അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത ദാഹം പിടികൂടി. കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നുപോയി. എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വിദൂരത്തിൽ ഒരു വീട് ബഹുമാനപ്പെട്ടവർക്ക് കാണാനിടയായി. ഒരു പാവപ്പെട്ട ഒരു കുടിൽ, പാവപ്പെട്ട ഒരു കുടുംബം താമസിക്കുന്ന ഒരു ചെറിയ വീട്. ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ആ വീട്ടിൽ പോയി വെള്ളം ചോദിക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടുകാർ ബഹുമാനപ്പെട്ടവരെ വലിയ റാഹത്തോടുകൂടെ വലിയ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ടവർക്ക് വെള്ളം കൊടുക്കുകയും ബഹുമാനപ്പെട്ടവർക്ക് തൃപ്തിയാകുന്നതുവരെ സന്തോഷമാകുന്നതുപോലെ അവർ ബഹുമാനപ്പെട്ടവരെ വേണ്ടതുപോലെ നോക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷമായി. കാരണം വെള്ളം കിട്ടാതെ ദാഹിച്ച് മുട്ടുന്നൊരു സമയത്താണ് ഒരു നല്ല കുടുംബക്കാരൻ എന്നെ വേണ്ടതുപോലെ സൽക്കരിച്ചല്ലോ എന്ന് ഈ ചിന്ത, ഈ അനുഭവം ബഹുമാനപ്പെട്ടവർക്ക് അവിടുത്തെ ജീവിതത്തിൽ വലിയ അനുഭവപ്പെട്ടു. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം അതേ പണ്ടുപോയ അതേ വഴിയിലൂടെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പോവുകയാണ്. യാത്ര പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ ആ സംഭവം ഓർമ്മയിൽ വന്നത്. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് അതേ പണ്ട് കണ്ടതുപോലെ ആ വീട് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ കാണുമ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് എന്താ ആൾക്കാരൊക്കെ എങ്ങനെ അവിടെ കൂടിയത്, അതൊന്ന് അന്വേഷിച്ച് പോവുക എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ആ വീട്ടിൻ്റെ അരികിൽ എത്തുമ്പോഴാണ് സംഭവം മനസ്സിലായത്. പാവം ആ കുടുംബക്കാരൻ, ആ വീട്ടിൻ്റെ ആ ഉടമസ്ഥൻ ആരോട് കടം വാങ്ങിയിട്ട് അവസാനം കടം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ കടം കൊടുത്താൽ ഇപ്പോൾ ആ വീട് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അവസാനം ഗതിയില്ലാത്ത ആ വീട് വിൽക്കാൻ പോവുകയാണ്. ആ സന്ദർഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് ഇത് വല്ലാത്ത ബേജാറായിപ്പോയി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവം കിട്ടിയ ഒരു വീടാണ്, കുടുംബമാണ്. ഇന്ന് ഈ വീട് അവർ അത് വിട്ടു പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ആ വീട്ടുകാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എത്രയാണ് കടമുള്ളത്? അവിടുന്ന് ആ വീട്ടുകാരൻ പറഞ്ഞു, 4000 ദിർഹം എനിക്ക് കടമുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഒന്നും നോക്കാതെ, 4000 ദിർഹം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണല്ലോ. ബഹുമാനപ്പെട്ട തൻ്റെ കൂടെയുള്ള അടിമയെ തൻ്റെ നാട്ടിൽ അയച്ചുകൊണ്ട് എത്രയാണോ ആ കടക്കാരനക്ക് കൊടുക്കാനുള്ള പണം അതെല്ലാം മൊത്തം ബഹുമാനപ്പെട്ടവർ ആ കടക്കാരനക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അവർക്ക് ആ കുടുംബത്തിനിക്ക് അവരുടെ ആ സ്വന്തം വീട് നഷ്ടപ്പെടാതെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് സഹകരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം തന്നതിന് ബഹുമാനപ്പെട്ടവർ നന്ദി ചെയ്യുന്നത് വലിയൊരു ഉപകാരം ചെയ്തിട്ടാണ്. അതേ, നമുക്ക് ഒരാൾ എത്ര ചെറിയൊരു ഉപകാരം ചെയ്താലും അത് നാം മറന്നുപോകരുത് എന്നുള്ള വലിയൊരു പാഠമാണ് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.